കേരളത്തിൽ ഈ അധികാര കേന്ദ്രങ്ങൾ മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്നത് ആരാ? കൈയടക്കി വെച്ചിരിക്കുന്നത് നായർ സമുദായമാണെന്നാണ്. അപ്പോ ഇങ്ങനെ ജാതികൾ തമ്മിലുള്ള സംഘർഷം സൃഷ്ടിക്കാൻ ആസൂത്രിതമായ ശ്രമം നടത്തിക്കൊണ്ട് ഉള്ള ഒരു എഡിറ്റോറിയൽ. ഈ എഡിറ്റോറിയല് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനമനസാക്ഷിയോട് ഉയർത്തുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. ഇത്തരം എഡിറ്റോറിയൽ എഴുതാൻ എങ്ങനെ ഇവർക്ക് ധൈര്യം വന്നു? എങ്ങനെ പൊതുസമൂഹത്തെ ഇങ്ങനെ വിഭജിക്കാനുള്ള ധൈര്യം വന്നു? ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയ ഒരു പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഈ ചർച്ചയിൽ ആരെങ്കിലും ഉത്തരം പറയൂ? ഞാൻ ചോദിക്കുന്നത്, 3 മണ്ഡലങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിച്ചു ലോക്സഭാ ഇലക്ഷനിൽ. ആ 3 മണ്ഡലങ്ങൾ, 2 മണ്ഡലങ്ങൾ, ഒന്ന് കോട്ടയവും മറ്റൊന്ന് മലപ്പുറമാണ്. ആ കോട്ടയത്തും മലപ്പുറത്തും എന്തേ 2 മുന്നണികളും ആ മണ്ഡലത്തിലെ ഭൂരിപക്ഷ സമൂഹത്തിലുള്ള ആൾക്കാരെ മാത്രം നിർത്തി? അവിടെ വസീഫിനെ നിർത്തിയല്ലോ മലപ്പുറത്ത്. കോട്ടയത്ത് ജോസ് കെ മാണി, തോമസ് ചാഴിക്കാടിനെ നിർത്തിയല്ലോ. എന്താണ് ഈ മതേതരത്വം പറയുന്ന ലീഗ് അടക്കം മതേതര പാർട്ടിയാണെന്നാണല്ലോ പറയുന്നത്. മതേതര പാർട്ടികൾക്ക് എവിടെയെങ്കിലും 50% താഴെ ഹിന്ദുക്കളുള്ള മണ്ഡലത്തിൽ ഒരു ഹിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? 50% താഴെ 12% മുസ്ലിങ്ങളാണ് ആലപ്പുഴയില്. ആരിഫിനെ ജയിപ്പിച്ച പാരമ്പര്യമില്ലേ? ആരിഫ് ഇത്തവണയില്ലേ തോറ്റത്? കഴിഞ്ഞ തവണ MP ആയിരുന്നില്ലേ? 12% മുസ്ലിങ്ങളേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നു, 30% ഹിന്ദുക്കളുണ്ട് മലപ്പുറത്ത്. 30%-ഓളം ഹിന്ദുക്കൾ മലപ്പുറത്തുണ്ട്. 70%-ആണ് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ജനത. ഇവിടുത്തെ ഏതെങ്കിലും മുന്നണിക്ക് അവിടെ ഒരു ഹിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കാൻ ധൈര്യമുണ്ടോ? എന്നിട്ടാണ് ഇവര് മതേതരത്വം പറയുന്നത്. ഏതെങ്കിലും മുന്നണിക്ക് പൊന്നാനിയിൽ ഒരു ഹിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കാൻ ധൈര്യമുണ്ടോ? എന്നിട്ട് ഇവര് മതേതരത്വം പറയുകയാണോ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തില്? അപ്പോ ഈ ഒരു കാപട്യം അത് എറണാകുളത്ത് ലത്തീൻ കത്തോലിക്കനാവണം, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ കാപട്യം തുറന്നു കാണിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം. മൂന്നാമത് അദ്ദേഹം പറഞ്ഞതെന്താ? കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കേരളം ഭരിച്ചതാരായിരുന്നു? ഈ ഭരണത്തിന്റെ പങ്കാളിത്തം മുസ്ലിം സമുദായത്തിൽ ആളുകൾക്ക് ഉണ്ടായിരുന്നില്ലേ? 1957 മുതൽ EMS മന്ത്രിസഭ അധികാരത്തിൽ വന്ന കാലം മുതൽ മുസ്ലിം ലീഗിന് മെമ്പർമാരില്ലേ? നിയമസഭയ്ക്കകത്ത് മെമ്പർമാരുണ്ടായിരുന്നല്ലോ. പിന്നീട് അവർ അധികാരത്തിൽ പങ്കാളിയായില്ലേ? ആ അധികാരത്തിൽ പങ്കാളിയായി അവർ വ്യവസായം, അതേപോലെ വിദ്യാഭ്യാസം, പൊതുമരാമത്ത് തുടങ്ങിയിട്ടുള്ള നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ 60-65%, 70% കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഭരിച്ചിരുന്നത് മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരായിരുന്നില്ലേ? ആ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാര് ഭരിച്ചിരുന്ന ആ കാലഘട്ടം കൊണ്ട് മുസ്ലിം സമുദായത്തിന് ഒരുപാട് പേര് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അവര് ജോലി സമ്പാദിക്കുന്ന സ്ഥിതിയിലേക്ക് വളർന്നില്ലേ? ആ ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ വ്യവസായം, വാണിജ്യം, ഭൂമി, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ വമ്പിച്ച പുരോഗതി മുസ്ലിം സമുദായം നേടിയില്ലേ? കേരളത്തിൽ എല്ലാ രംഗത്തും മുസ്ലിം സമുദായം പുരോഗതിയിലേക്ക് വന്നില്ലേ? എന്നിട്ടും ഈ ആരോ പറഞ്ഞ മാതിരി ഇപ്പോഴും അരിയും തിന്നു, മുതലാളിയെ കടിക്കുകയും ചെയ്തു, പിന്നെ മുറുമുറുപ്പോ എന്ന് പറയുന്ന രീതിയിൽ. എന്നിട്ടിപ്പോ നായരെയും ഈഴവനെയും തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു സ്ഥിതിയാണ്. ഇതിനെ എന്തുകൊണ്ടാ UDF മറുപടി പറയാത്തത്? എന്തുകൊണ്ടാ LDF ഈ കാര്യത്തിൽ മറുപടി ഇല്ലാത്തത്? ഈ ഉന്നയിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച കാര്യത്തിനോട് LDF എന്തെങ്കിലും മറുപടി ഉണ്ടോ? അവര് മറുപടി പറയില്ല. കാരണം അവര് പാലസ്തീൻ വിഷയത്തിൽ അങ്ങ് 2000-3000 കിലോമീറ്റർ അപ്പുറം പാലസ്തീനും ഇസ്രായേലും തമ്മിൽ സംഘർഷം. ഇവിടെയാണ് ജനങ്ങളുടെ സൗകര്യം കെടുത്തുന്നത്. ഇവിടെയാണ് ജനങ്ങൾ വലിയ സമ്മേളനങ്ങൾ നടത്തുന്നത്. അപ്പൊ ഇതൊക്കെ ഈ കാപട്യം ഒന്നൊന്നായി തുറന്നു കാണിച്ച് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനം അതിനെ ഭീഷണിപ്പെടുത്തി ഇപ്പോ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. പല സംഘടനകളും വെള്ളാപ്പള്ളി നടേശനെ കടൽക്കിഴവ എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ആശയ പ്രചാരകനായിട്ടുള്ള ഒരാൾ, വയനാട്ടിലുള്ള ആൾ വിളിച്ചത് കടൽക്കിഴവൻ എന്ന് വിളിച്ച് വെള്ളാപ്പള്ളി നടേശനെ ഭീഷണിപ്പെടുത്തുകയാണ്. അനിൽ നമ്പ്യാരെ, ഞാനൊരു കാര്യം പറയാം. വെള്ളാപ്പള്ളി നടേശനെതിരെ ഉയർന്നിരിക്കുന്ന ഈ ഭീഷണി മുൻപ് ഉയർന്നിരുന്നു സത്യം പറഞ്ഞതിന്റെ പേരിൽ. അത് കുമാരനാശാനെതിരായിട്ടായിരുന്നു. മലബാറിലെ മാപ്പിളഹളയ്ക്ക് ഉത്തരവാദികളായ തീവ്രവാദികളെ തുറന്നു കാണിച്ചുകൊണ്ട്, മതതീവ്രവാദികളെ തുറന്നു കാണിച്ച കുമാരനാശാനെതിരെ അന്ന് ഭീഷണി ഉയർന്നു. കുമാരനാശാൻ മരിച്ചത് ദുരൂഹ സാഹചര്യത്തിലാണെന്ന് ഒടുവിൽ തെളിഞ്ഞിരിക്കുക. വിവരാവകാശ നിയമം അനുസരിച്ച് അപേക്ഷിച്ച അതിന്റെ റിപ്പോർട്ട് കേന്ദ്ര ആർക്കൈവ്സിൽ നിന്നും കിട്ടുമ്പോൾ കുമാരനാശാന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച PT സാഹിബിന്റെ റിപ്പോർട്ടിൽ കുമാരനാശാന്റെ മരണം ദുരൂഹ സാഹചര്യത്തിലാണെന്നുള്ള വിവരം അടങ്ങിയിരിക്കുന്നു. കുമാരനാശാനെ മാത്രമല്ല, അതിനു മുൻപ് മതപരിവർത്തനത്തിനെതിരായി ശക്തമായി പ്രതികരിച്ച ആറാട്ടുപുഴ വേലായുധ പണിക്കർ കൊല്ലപ്പെട്ടത്
ഒരു മുസ്ലിം തീവ്രവാദിയുടെ കുത്തേറ്റായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പൊ ആറാട്ടുപുഴ വേലായുധ പണിക്കർക്കെതിരെ ഉയർന്ന ശബ്ദം, കുമാരനാശാനെതിരെ ഉയർന്ന ശബ്ദം, ആ ശബ്ദം ഇപ്പോ വെള്ളാപ്പള്ളി നടേശനെതിരെ ഉയർന്നിരിക്കുക. വലിയ തോതിൽ ടി എ ജോസഫിനുണ്ടായ അനുഭവം വെള്ളാപ്പള്ളി നടേശൻ കാത്തിരിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായി കേരള സമൂഹം ചിന്തിക്കണം. യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, വസ്തുത അടിസ്ഥാനത്തിൽ ചിന്തിക്കണം എന്നാണ് ഈ സമയത്ത് എനിക്ക് ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് പറയാനുള്ളത്.